ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ദേ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ നല്ല മണ്ണിൻ്റെ മണമൊക്കെ എനിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൂടി നമ്മുടെ കേരളത്തിൻ്റെ കാസർഗോഡ് ജില്ല എത്തി. അപ്പോൾ കാസർഗോഡ് കുറേ നേരം പിടിച്ചിട്ടിട്ടാണ് ട്രെയിൻ എടുത്തത് കേട്ടോ. കുറേ നേരം ഇവിടെ വെയിറ്റ് ആക്കിയിരുന്നു. അതിനുശേഷം നമ്മുടെ കണ്ണൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്നലെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് രാവിലെയും ഫുഡ് കിട്ടിയിട്ടില്ല. ഇവിടെ 8:30 എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അങ്ങനെ എന്തായാലും ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി ബോയ് നമുക്ക് കമ്പാർട്ട്മെൻറ്റിൻ്റെ അവിടോട്ട് നമ്മൾ ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ട്രെയിൻ നിർത്തിയിട്ടിട്ട് ട്രെയിൻ എടുത്തപ്പോഴാണ് നമുക്ക് ഫുഡ് കൊണ്ടുവന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്ന ഫുഡ് കിട്ടത്തില്ല, ഞാനിന്ന് പട്ടിണിയാണെന്ന് വിചാരിച്ച് എന്തായാലും ട്രെയിൻ എടുക്കുന്ന സമയത്ത് തന്നെ ആ പയ്യൻ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സന്തോഷത്തോടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ട്രെയിനിൽ ഇനിയിപ്പം ഇറങ്ങാറായല്ലോ. അങ്ങനെ നമ്മുടെ എൻ്റെ നാടെത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി എത്താറായി, കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇത് നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ കുറേ ദിവസം കൂടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. എന്നെ കാത്ത് കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. 1.5 മണിക്കൂറായി വന്നിട്ട്. വേറൊന്നുമല്ല, ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു. 5:45 വരേണ്ട ട്രെയിൻ നേത്രാവതി എക്സ്പ്രസ് വന്നത് രാത്രി 11:30-ക്കാണ്. ഇപ്പോൾ സമയം 12 മണിയോളം അടുത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂന്തലും ചെങ്കലവയും അതൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. കരുനാഗപ്പള്ളിയിൽ നിന്ന് 10-25 മിനിറ്റ് ദൂരമുണ്ട്. എന്തായാലും നല്ല മഴയുമായിരുന്നു. വീട്ടിൽ വന്നു നല്ല പണിയാണ് കിട്ടിയത്. വീട്ടിലെത്തിയപ്പോൾ കറണ്ടും ഇല്ല, വെള്ളവും ടാങ്കിലില്ല, മോട്ടർ ഇടാനാണെങ്കിൽ കറണ്ടും ഇല്ല. അപ്പോൾ എന്തായാലും ഫ്രഷ് ആവാമെന്ന് പറഞ്ഞ് ഓടി വന്നതായിരുന്നു. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നു കേട്ടോ. കറണ്ട് വന്നിട്ട് ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയി കിടന്നു ഉറങ്ങി മക്കളെ. അങ്ങനെ നേരം വെളുത്ത് എണീറ്റിട്ട് ഞാൻ നേരെ വന്നത് എൻ്റെ ബാൽക്കണിയിലേക്ക്. എൻ്റെ പ്ലാവും മാവും ഒക്കെ ഉണങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാനാണെന്ന്. 5-6 ദിവസമായി പോയിട്ട്. അപ്പോൾ എന്തായാലും ഉണങ്ങിയിട്ടുണ്ടെന്ന് പ്രതീക്ഷയാണ് വന്നത്. ഇവിടെ ആരും വെള്ളം ഒഴിക്കില്ല. അങ്ങനെ എന്തായാലും അവരൊക്കെ നല്ല പച്ചജീവനോട് തന്നെയുണ്ട്. നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ പെരുമഴ. പക്ഷേ എൻ്റെ 2-3 റോസ നല്ല കരിഞ്ഞുണങ്ങിപ്പോയി. എന്താണെന്നറിയില്ല, എന്തെങ്കിലും ഇഷ്യൂസ് ആയതായിരിക്കും. എന്തായാലും മാവും പ്ലാവും ഒന്നും ഉണങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, അതിലൊന്നാണ് ഇത്. ഹൽവയാണ് കേട്ടോ, അവിടുത്തെ ഹൽവ. ഇത് ഞാൻ കൈകൊണ്ട് എടുക്കുന്നില്ല, ഇത് പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണ്. അവിടുത്തെ ഒരു പ്രത്യേക ഹൽവയാണ്. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. എന്തായാലും കുറേ സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. ഇതൊരു ലഡുവാണ്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ കൊടുത്തു വിടാനുള്ള സാധനങ്ങളാണ്. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ നേരെ ഞാൻ വന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് കിച്ചണിൽ കയറാതിരുന്നതിൻ്റെ മടി നല്ല പോലെ ഉണ്ട്. ഒന്നാമത് ഇന്നലെ നല്ല ലേറ്റായിട്ടാണ് എണീറ്റ് വന്നത്. പിന്നെ ഇന്ന് ഷോപ്പിലും പോകണം. കുറേ ദിവസമായി ഷോപ്പിൽ പോയിട്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന മീനൊക്കെ നമ്മൾ ഇന്നലെ മേടിച്ച മീനില്ലേ, അതാണിത് കേട്ടോ. കൂന്തലും ചെങ്കലവയാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ വെള്ളത്തിലോട്ട് ഐസൊന്ന് വിടാനായിട്ട് എടുത്തു വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ കുറേ ദിവസമായി പാലും ചായയും ഒക്കെ കുടിച്ചിട്ട്. അപ്പോൾ പാലും ചായയൊക്കെ അവിടെ കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ ചായയൊന്നും കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊന്നുമല്ല, ഞാൻ ചായയൊന്നും കുടിക്കത്തില്ല എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ കുറേ 7-8 വർഷമായി ചായയൊക്കെ നിർത്തിയത് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ട് പാല് കാച്ചാൻ വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഓവനി വെച്ച് പരിഷ്കാരിയാണോ എന്ന്. ഞാൻ പരിഷ്കാരിയൊന്നും അല്ല, എനിക്ക് മാത്രം മതി പാല്. ഇവിടെ വേറെ ആരും ഇവിടെ ചായയും പാലും ഒന്നും മക്കളൊന്നും കുടിക്കത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ അരി കഴുകി ഇടാനായിട്ടാണ് വന്നത്. അരിയാണെങ്കിൽ ഞാൻ വേവ് കുറഞ്ഞ അരി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തീർന്നു. ഇതാണെങ്കിൽ ഭയങ്കര വേവുള്ള അരിയാണ് കേട്ടോ. എന്നെ സൂപ്പർ മാർക്കറ്റുകാർ പറ്റിച്ച് കേസ്, എനിക്ക് വേവ് കുറഞ്ഞാന്നും പറഞ്ഞ് തന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര വേവുള്ള അരിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും മറ്റേ അരി ഇല്ലാത്തതുകൊണ്ട് ഈ അരി എടുത്തിട്ട് ചോറ് വെക്കാൻ വിചാരിച്ചു. ഇനിയിപ്പം പോയി മേടിച്ചുകൊണ്ട് വരാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങാൻ വെച്ചു. വേറെ മോനിക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതില്ലാതെ പറ്റത്തില്ല. അവർക്ക് രാവിലെ കുറച്ച് ഏത്തപ്പഴം പുഴുങ്ങിയത് വേണം. അവർക്ക് മാത്രമല്ല എനിക്കും വേണം. അപ്പോൾ എല്ലാവരും ചോദിക്കും വെയിറ്റ് കൂടുമല്ലോ ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിച്ചാലെന്ന്. പക്ഷേ എനിക്ക് വെയിറ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട്. എന്തായാലും ഏത്തപ്പഴം മസ്റ്റാണ് ഗെയ്സ് എനിക്ക്. അങ്ങനെ ചൂട് പാലൊക്കെ നല്ല ഒരുപാട് ദിവസത്തിന് ശേഷം കുടിച്ചിട്ട് ഞാൻ നേരെ മീൻ വെട്ടാൻ ഇറങ്ങി. അപ്പോൾ ഈ കൂന്തൽ വെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് തന്നെ കൂന്തൽ വൃത്തിയാക്കാൻ പറ്റും. ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പുറത്തുള്ള എന്താ പറയുന്ന ഒരുമാതിരത്തെ ഒരു ഐറ്റം മാത്രം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കൂന്തൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എല്ലാം റെഡിയാക്കി കേട്ടോ. അങ്ങനെ കുറേ ദിവസം കൂടിയാണ് ഈ കറിയൊക്കെ ഒന്ന് കൂട്ടാൻ പോകുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു സന്തോഷം എനിക്ക് എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇത് പെട്ടെന്ന് കറിയാക്കിയിട്ട് വേണം അതും കൂട്ടി എനിക്ക് എന്തെങ്കിലും ഫുഡ്, ഒരു ചപ്പാത്തി ആയാലും മതി കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം വൃത്തിയാക്കി കേട്ടോ. പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ കൂന്തലൊക്കെ വൃത്തിയാക്കി, ചെങ്കലവയൊക്കെ വൃത്തിയാക്കി. കുറച്ചേ ഉള്ളൂ ചെങ്കലവയൊക്കെ കേട്ടോ. കൂന്തലൊക്കെ വൃത്തിയാക്കി വന്നപ്പോൾ ഒരു സ്വല്പമേ ഉള്ളൂ. അങ്ങനെ കിച്ചണിലേക്ക് വന്ന് നമ്മുടെ ചോറൊക്കെ എടുത്ത് റൈസ് കുക്കറിനകത്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ ഉള്ളിയൊക്കെ വാട്ടാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. അങ്ങനെ ഉള്ളി വാട്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കൂന്തൽ റോസ്റ്റായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ തേങ്ങ ഇങ്ങനെ ചതച്ചിട്ട് തോരൻ പോലെ വെക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. റോസ്റ്റിനെക്കാട്ടി ഇഷ്ടവും ടേസ്റ്റും അതാണ്. പക്ഷേ നമ്മുടെ
മിക്സി എനിക്ക് പണി തന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി മിക്സി ശരിയായി ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഇക്ക എടുത്തതുമില്ല. അപ്പോൾ ഇനി അത് മിക്സി കിട്ടുന്നിടം വരെ എന്തായാലും മുളക് കറിയൊക്കെ വെക്കാം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ എന്തായാലും എല്ലാം റോസ്റ്റൊക്കെ ആക്കി എല്ലാം വഴറ്റിയൊക്കെ എടുത്തു. തേങ്ങ ഇട്ട് വെക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കേട്ടോ കൂന്തൽ. തേങ്ങയിട്ട് ഞങ്ങൾ ഉച്ചയൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഉള്ളിയൊക്കെ വാട്ടി അതിനകത്തേക്ക് ഞാൻ കൂന്തലൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെങ്കലവ വറുക്കാനും ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇക്ക ഇന്നലെ ചപ്പാത്തി കവറോടെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനില്ലാത്തതുകൊണ്ട് അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചപ്പാത്തി ചുടാമെന്ന് വിചാരിച്ചു. നെയ്യാണ് ഞാൻ സാധാരണ യൂസ് ചെയ്തത്. നോക്കിയപ്പോൾ നെയ്യില്ല, വെളിച്ചെണ്ണയാണ് കിട്ടിയത്. അങ്ങനെ എല്ലാം റെഡിയായി. മുളക് കറി, മീൻ വറുത്തത്, ചെങ്കലവ, പിന്നെന്താ റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, ഏത്തപ്പഴം പുഴുങ്ങിയത്, ചപ്പാത്തി. അങ്ങനെ ഞാൻ കൊണ്ടുപോകാനൊക്കെ ഷോപ്പിലേക്ക് പോകുമ്പം 2 ചപ്പാത്തി എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസം കൊണ്ട് ഫുഡൊന്നും കഴിക്കാതിരുന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് എനിക്ക് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും കൂന്തൽ റോസ്റ്റും കൊണ്ടുപോകാനായിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഞാൻ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഷോപ്പിലേക്ക് പോകാൻ ടൈമായി. ഇന്ന് നല്ല ലേറ്റ് ആയിട്ടോ, 10-11:30 കഴിഞ്ഞു ടൈം. എന്തായാലും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനിറങ്ങി. അപ്പോൾ പോകാനിറങ്ങുമ്പോൾ നല്ല മഴ ചെറുതായിട്ട് ചാർന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തേൻ്റെ കുറച്ച് ചാറി നിൽക്കുകയാണ്. എന്തായാലും ഓക്കെ, ബൈ ബൈ, ഞാൻ ഷോപ്പിൽ പോയിട്ട് വരാം, ടാറ്റാ.